പോലീസിന് കന്യാകുമാരിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തിൽ നമുക്ക് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. സുനിഷ അയ്യലൂരുണ്ട് കുടുംബത്തോടൊപ്പം. അപ്പോൾ റോഷിപാലും ചേരുന്നു. റോഷിപാലും കന്യാകുമാരിയിലേക്കുള്ള യാത്രയിലാണ്. TV പ്രസാദ് കേരള പോലീസ് സംഘത്തിന്റെ തൊട്ടു പിന്നിലുണ്ട്. ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതും. ആ കുട്ടി ട്രെയിനിലിരിക്കുന്ന വിവരം, ആ ഫോട്ടോ നൽകിയത് ബബിത എന്ന പാറശാല സ്വദേശിയായ വിദ്യാർത്ഥിനിയാണ്. ബബിതയുടെ ഇടപെടൽ അഭിനന്ദനീയമാണ്. കാരണം അവർ പകർത്തിയ ഈ കുട്ടിയെ കണ്ട് സംശയാസ്പദമായി തോന്നിയത് കൊണ്ട്, കുട്ടി കരയുന്നത് കണ്ട് സംശയം തോന്നിയത് കൊണ്ട് എടുത്ത ഫോട്ടോയാണ്. പക്ഷേ ആ കുട്ടി ആ സമയത്ത് ദേഷ്യപ്പെട്ടത് കൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ തയ്യാറായില്ല. പക്ഷെ സ്ഥിരമൊരു യാത്രക്കാരിയാകാം എന്നാണ് ബബിതയും കരുതിയത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കന്യാകുമാരിയിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സുനിഷ അയ്യല്ലൂർ കൂടി ചേരുന്നുണ്ട്. സുനിഷ, എന്താണ് ഇപ്പോൾ കുടുംബത്തിന്റെ അവസ്ഥ? അവർ വിഷമത്തിലായിരിക്കുമെന്നറിയാം. പക്ഷേ പോലീസ് നൽകുന്ന വിവരം ഒന്ന് അവരുമായി പങ്കുവെക്കണം. ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു സമയമാണിത്. കാരണം നിർണായകമായ വിവരം, കൃത്യമായ ലീഡ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് കന്യാകുമാരിയിൽ നിന്ന് എന്നാണ് പറയുന്നത്. വിനിത, തീർച്ചയായിട്ടും അത് തന്നെയാണ്. തസ്മീത്ത് ഏതായാലും അടുത്ത സമയങ്ങളിൽ തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബമുള്ളത്. അത്തരത്തിലുള്ളൊരു നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് നേരത്തെ ഈ രക്ഷിതാവുമായി സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് കൃത്യമായ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കുമെന്നുള്ളത് തന്നെയാണ് DCP അടക്കം അറിയിച്ചത് എന്നതാണ് ആ കുടുംബം പറയുകയും ചെയ്യുന്നത്. ഏതായാലും അത്തരത്തിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബമുള്ളത്. ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഈ പരിശോധന നടക്കുമ്പോൾ ഏതായാലും കുഞ്ഞ് അല്പസമയത്തിനകം തന്നെ തിരിച്ചെത്തുമെന്നൊരു പ്രതീക്ഷയാണ് ഈ രക്ഷിതാക്കൾ പങ്കുവയ്ക്കുന്നത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് സംശയങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞ് നേരത്തെ ഈ കുടുംബത്തോടൊപ്പം ഈ കുഞ്ഞ് തമ്പാനൂരിൽ നിന്നും കഴക്കൂട്ടത്തേക്ക് ബസ്സിലാണ് വന്നത്. അതുകൊണ്ട് ആ വഴി കുഞ്ഞിന് അറിയാവുന്ന ഒരു വഴി കൂടിയാണ്. കാരണം ഈ ബസ്സിൽ വന്ന ഒരു പരിചയമുണ്ട്. മറ്റൊരു കാര്യം, അസാമിലേക്ക് പോയെങ്കിൽ അവിടെ ഈ നേരത്തെ ഒരു സംശയമുണ്ടായിരുന്നു അസാമിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ളത്. അങ്ങനെയെങ്കിൽ ഇവരുടെ കുടുംബത്തെ അടക്കം ഇവർ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അതായത് അസാമിലെ ഈ അമ്മയുടെ കുടുംബത്തിലെ 30ഓളം പേർ, ഈ അച്ഛൻ്റെ കുടുംബത്തിൽ 20ഓളം പേർ, ഇവരൊക്കെ തന്നെയും ഈ റെയിൽവേ സ്റ്റേഷനിലായി നിന്നിട്ടുണ്ട് എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു തുമ്പ് കൂടി കിട്ടുകയാണെങ്കിൽ എന്നൊരിതിൻ്റെ ഭാഗമായി അവർ കൂടെ ആ ഭാഗങ്ങളിൽ ഉണ്ട് എന്നതാണ്. ആസാം കേന്ദ്രീകരിച്ചും ഈ കുടുംബത്തിൻ്റെ ഒരു അന്വേഷണം അവിടെ നടക്കുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നു. നേരത്തെ തന്നെ DCP അറിയിച്ചപ്പോഴും പറഞ്ഞത് ഏതായാലും കുഞ്ഞ് തിരിച്ചു വരാനുള്ള അതായത് കുഞ്ഞിനെ ഉടൻ തന്നെ എത്തിക്കുമെന്നുള്ളതാണ്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബവും ഉള്ളത്. നമ്മളോട് പങ്കുവെച്ചപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ കുഞ്ഞ് നേരത്തെ ഒന്നും തന്നെ ഇത്തരത്തിലൊരു വിഷയത്തിൻ്റെ പേരിൽ പലപ്പോഴും ഈ തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇതുവരെ പുറത്തേക്ക് ഒരു ഇറങ്ങിപ്പോക്കുകളിലേക്കോ ഒന്നും കുഞ്ഞ് കടന്നിട്ടില്ല എന്നത് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം ഇതുവരെയും നേരത്തെയും ഇത്തരത്തിൽ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇങ്ങനെ പോകുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് കുടുംബം പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഇവരിവിടെ 2 സഹോദരങ്ങൾ കൂടിയുണ്ട്. തസ്മീത്തിന് ഇവരൊക്കെ തന്നെയും ഇവിടെ ഈ പറഞ്ഞതുപോലെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഈ കുഞ്ഞിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നതാണ് പോലീസ് पुलिस मेरे को एक फ़ोटो भेजा था. पहले फ़ोन करा था. फ़ोन करके बोला मैं फ़ोटो एक भेज रहा हूँ, आपका लड़की है क्या, देख लो. तो बाद मैं बोला भेजो. भेज दिया फोटो. भेज दिया. मैं देखे बोला, मैं मैसेज को बोल दिया मेरा बेटी है. ओके मेरा बेटी है. यही बात है, आज कोई बात नहीं है. दूसरा फ़ोन नहीं किया. पहले ऐसा गांव में बाहर किया? गांव में बाहर नहीं किया. ऐसा नहीं किया. गांव में बाहर ऐसा नहीं किया. इधर क्या हो गया, वो बन ले आया खाएगा और कुछ नहीं. വിനിത, ഈ പറഞ്ഞതുപോലെ പോലീസ് നേരത്തെ തന്നെ ഈ കുഞ്ഞിൻ്റെ ഇത് കണ്ടപ്പോൾ, അതായത് ബബിത ഇത്തരത്തിൽ കുഞ്ഞിനെ കണ്ടിരുന്നു. പാറശാല ഇറങ്ങുന്നത് വരെ കുഞ്ഞിനെ ഈ ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നു എന്നൊരു നിർദ്ദേശം ഈ പോലീസിന് നൽകിയിരുന്നു. ഈ ഒരു അറിയിപ്പ് നൽകി. അതുകൊണ്ട് തന്നെ ആ ഫോട്ടോ ആ സമയത്ത് തന്നെ പോലീസ് ഈ പിതാവിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നതാണ്. ആ ഫോട്ടോയിൽ തന്നെ കൃത്യമായി തൻ്റെ മകളാണ് എന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് സുരക്ഷിതമായി തന്നെ കുഞ്ഞ് ഒരു സ്ഥലത്തുണ്ട്, നിങ്ങൾക്ക് സുരക്ഷിതമായി വീട്ടിലേക്ക് ഉടൻ
തന്നെ എത്തിക്കുമെന്നുള്ളൊരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ കുടുംബം ഉള്ളത് എന്നതാണ്. ഏതായാലും അത്തരത്തിലൊരു ശുഭസൂചന അല്ലെങ്കിൽ ശുഭവാർത്ത എപ്പോൾ വരുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളടക്കമുള്ളത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ ഇവർ പറയുന്നതും അതാണ്. ഇതുവരെ ഈ പിതാവിനോട് നമ്മൾ ചോദിച്ചപ്പോഴും ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കുഞ്ഞ് പുറത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതിയോ അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ്. കാരണം ഇന്നലെ രാവിലെയാണ് ഈ 10 മണിയോടുകൂടിയാണ് ഈ ചെറിയ അനിയത്തിമാരോട് ഈ പ്രശ്നമുണ്ടാകുകയും പിന്നാലെ അമ്മ വഴക്ക് പറയുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് കുഞ്ഞ് ഈ ബാഗൊക്കെ തന്നെയും ബാഗിൽ വസ്ത്രങ്ങളൊക്കെ ഇട്ട് 50 രൂപയുമായി ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് എന്നതാണ്. പക്ഷേ ഇവർ 10 മണിക്ക് ഇവർ രണ്ടുപേരും പിന്നീടാണ് അറിയുന്നത് കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ള വിവരം. പിന്നാലെ ഇവരൊക്കെ തന്നെയും ഈ വീട് കേന്ദ്രീകരിച്ചും വീടിൻ്റെ പരിസരം കേന്ദ്രീകരിച്ചും ഒക്കെ പരിശോധന നടത്തുന്നു. പക്ഷേ കുഞ്ഞിനെ കാണാത്തതിന് പിന്നാലെയാണ് പോലീസിലേക്ക് പരാതി നൽകുന്നത്. പിന്നാലെ പോലീസ് എത്തിയതിനു ശേഷവും അന്വേഷണം നടത്തിയത് ഈ വീടിൻ്റെ പരിസരത്തായിരുന്നു എന്നതാണ്. കാരണം ഈ വീട് വിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ മറ്റൊരു പരിസരം വിട്ടോ ഈ 13-കാരി പോകുമോ എന്നൊരു സംശയം അന്വേഷണ സംഘത്തിന് തുടക്കം മുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ ടെറസുകൾ കേന്ദ്രീകരിച്ച് അടക്കമുള്ള പരിശോധനയാണ് തുടക്കത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ അവിടെ ഒന്നും തന്നെ എത്താത്തതിന് പിന്നാലെയാണ് ഡോഗ് സ്ക്വാഡിൻ്റെ അടക്കം പരിശോധന നടത്തുന്നത്. പക്ഷേ അതിലും ഏത് രീതിയിലുള്ള ഒരു സൂചന പോലും കിട്ടാത്തത് വന്നതോടെയാണ് പോലീസ് വ്യത്യസ്തമായി തന്നെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് ഒപ്പം തന്നെ CCTV-കൾ കേന്ദ്രീകരിച്ച റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. 200-ഓളം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചതിൽ നിന്നാണ് 8-ഓളം CCTV-യിൽ ഈ കുഞ്ഞ് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ കഴക്കൂട്ടം ഭാഗത്തു നിന്ന് ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരെയുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. അവസാന CCTV ദൃശ്യവും അതിലാണ്. അങ്ങനെയെങ്കിൽ അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും കുഞ്ഞ് ബസ്സിൽ കയറി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയിട്ടുണ്ടാകാമെന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. പിന്നാലെ തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും അവിടെ നിന്ന് എവിടെയൊക്കെയുള്ള ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും എവിടെയൊക്കെ ട്രെയിനുകൾ പോകുന്നുണ്ടോ അത്തരത്തിൽ ട്രെയിൻ കേന്ദ്രീകരിച്ചും മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുമായി അന്വേഷണ സംഘത്തിൻ്റെ മറ്റൊരു നീക്കം. ഒപ്പം തന്നെ ഇതേ രീതിയിലുള്ള തിരച്ചിൽ ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ചും നടത്തുകയും ചെയ്തിരുന്നു. ഈ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള തിരച്ചിലുകൾ നടത്തുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ആസാമിലേക്കുള്ള ഒരു ട്രെയിൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ആസാമിലേക്ക് പോയിട്ടുണ്ട്. ആസാമിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ട് 1 മാസം ആവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആസാമിലേക്ക് കുഞ്ഞ് പോയിട്ടുണ്ടോ എന്നൊരു സംശയം അന്വേഷണ സംഘത്തിന് ഉണ്ടാവുകയായിരുന്നു. അങ്ങനെയാണ് ഈ പാലക്കാട് അതേ സാദൃശ്യമുള്ള കുഞ്ഞ് ഈ ട്രെയിനിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ പാലക്കാട് നിന്നൊരു സംശയത്തിൻ്റെ ഭാഗമായി പാലക്കാട് പരിശോധന നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഈ ബാംഗ്ലൂർ ഈ മെയിലിലേക്ക് അതായത് ഈ ട്രെയിനിലേക്ക് പരിശോധന നടത്തുന്നത്. അതിലാണ് ഇത്തരത്തിൽ കുഞ്ഞ് കരയുന്നത് കണ്ടതെന്നും ഈ ബബിതയുടെ കൃത്യമായ ഒരു സൂചന ബബിത നൽകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കുഞ്ഞ് കരയുന്നത് കണ്ടാണ് ആ ഫോട്ടോ എടുക്കുന്നത്. ആ ഫോട്ടോ കൃത്യമായി അന്വേഷണ സംഘത്തിന് നൽകുന്നു. ഈ ഫോട്ടോ ആണ് ആ കുടുംബത്തിന് അയച്ചു കൊടുത്തത്. ഈ ഫോട്ടോയിൽ നിന്നാണ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നതാണ്. ഏതായാലും കുഞ്ഞ് അടുത്ത സമയങ്ങളിൽ തന്നെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലേക്കാണ് കുടുംബം നിൽക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞത്. നേരത്തെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഒരു ബൺ മാത്രമാണ് കഴിക്കാൻ ഇപ്പോൾ കഴിക്കുന്നതേ ഉള്ളൂ എന്നതാണ്. അത് ഈ പോലീസിൻ്റെ ഒരു ശുഭവാർത്ത കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം കൃത്യമായി നടക്കുന്നു. അല്ലെങ്കിൽ ഉടൻ തന്നെ കുഞ്ഞ് ഇവിടെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബമുള്ളത്. വിനീത. ഓക്കെ, നിർണായകമായ വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് കന്യാകുമാരിയിൽ നിന്ന് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. പ്രാർത്ഥനയുടെ പ്രതീക്ഷയുടെ മണിക്കൂറുകളാണിപ്പോൾ. കന്യാകുമാരിയിൽ നിന്ന് നിർണായക വിവരത്തിനായി കാത്തിരിക്കുകയാണ് പോലീസ് സംഘം. ഇപ്പോൾ നാഗർകോവിൽ പിന്നിട്ടിരിക്കുന്നു. അതായത് നാഗർകോവിലോ കന്യാകുമാരിയിലോ ആണോ കുട്ടി എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ്. കന്യാകുമാരി സ്റ്റേഷനിലെ എല്ലായിടങ്ങളിലും പോലീസ് പരിശോധന നടത്തുന്നു എന്നാണ് നമുക്ക് തമിഴ്നാട് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടി കന്യാകുമാരിയിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നിഗമനം. പോലീസ് കൃത്യമായ ലീഡ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പ്രതീക്ഷ നൽകുന്ന കാര്യവും. TV പ്രസാദും റോഷിപാലും സുനിഷ അയ്യല്ലൂരും ഉമേഷ് ബാലകൃഷ്ണനും ഞങ്ങളുടെ പ്രതിനിധികളെല്ലാം തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. TV പ്രസാദും റോഷിപാലും കേരള പോലീസ് സംഘത്തോടൊപ്പം കന്യാകുമാരിയിലേക്കുള്ള യാത്രയിലാണ്. അവർ നാഗർകോവിൽ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. നിർണായകമായ വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്.